ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് വൺ ഡേ ട്രിപ്പ് സാമ്പാണിക്കുടിയിലേക്ക് പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് യാത്രാ ബോട്ടിൽ കയറി ഒരാൾക്ക് വെറും 20 രൂപ ചാർജിലാണ് നമ്മൾ ഇന്ന് സാമ്പ്രാണിക്കുടി വരെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ യാത്രാ ബോട്ടിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സാമ്പ്രാണിക്കുടിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഓക്കെ, നമ്മുടെ കൊല്ലം ജില്ലയിലെ നമ്മുടെ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡാണ് ഈ സാമ്പ്രാണിക്കുടി. വളരെയധികം കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഹൗസ് ബോട്ടുകളും പിന്നെ നമുക്ക് നമ്മുടെ റാവീസ് ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് കൊല്ലം ബോട്ടിൽ നിന്ന് കയറിയിട്ടുള്ള സാമ്പ്രാണിക്കുടി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഐലൻഡിലേക്ക് നമ്മുടെ ഈ യാത്രാ ബോട്ട് പോകില്ല. അവിടുന്ന് ചെറിയ സ്പീഡ് ബോട്ടുകൾ വഴി നമുക്ക് ഒരാൾക്ക് 150 രൂപ നിരക്കിലാണ് നമുക്ക് ഈ ഐലൻഡിൽ പോകാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മൾ ഇപ്പം മുന്നോട്ട് കാണുന്ന ആ ഒരു തുരുത്താണ് നമ്മൾ സാമ്പ്രാണിക്കുടി. അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം സാമ്പ്രാണിക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ആഴം കുറവാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ആഴം കൂടുതലുണ്ട്. നമ്മൾ വന്നിറങ്ങിയ അവിടെ നിന്ന് തന്നെ നമ്മുടെ വള്ളത്തിലുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ടൽ കാടുകളിലൂടെ വള്ളത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരാൾക്ക് 100 രൂപ നിരക്കിലാണ്. അത് ഒരമണിക്കൂർ വള്ളത്തിൽ കൂടെ കൊണ്ടുപോകുന്നൊരു യാത്രയാണ്. അത് നല്ല ഇതിലൊരു യാത്രയായിരുന്നു. നമ്മുടെ കണ്ടൽ കാടുകളിലും സൈഡിൽ കുറേ മീനുകളും മീൻ കുഞ്ഞുങ്ങളൊക്കെ കണ്ട് കുറേ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മളിതാ നമ്മുടെ അവിടുത്തെ കണ്ടൽക്കാടുകളുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ആദ്യമേ വന്ന് നിന്ന് അതേ സ്പോട്ടിലേക്ക് സാമ്പ്രാണിക്കുടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ആഴം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചു പിള്ളേരായിട്ട് വരുമ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ചധികം ആഴങ്ങളുണ്ട്. അത് ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. നല്ല എൻജോയബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് നമുക്ക് അവിടെ കിട്ടിയത്. പിന്നെ പലയിടത്തും ചെറിയ ചെറിയ ഞണ്ടുകുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിവിടുത്തെ യാത്രകളെ കണ്ടു. പിന്നെ കുറേയധികം ചേച്ചിമാരുടെ കടകളൊക്കെ നടത്തുന്നുണ്ട്. നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും. അതുപോലെ നമ്മളിപ്പോൾ പോകുന്നത് നല്ല കപ്പയും മുരിങ്ങയിറച്ചിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. നമ്മുടെ സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകളൊക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ സാമ്പ്രാണിക്കുടിയിൽ നിന്ന് പോവുകയാണ്. നമ്മുടെ 3 കാലം നമ്മുടെ യാത്രാ ബോട്ടെത്തും. അതിൽ കയറി നമ്മൾ തിരിച്ച് കൊല്ലത്തേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ.